ഡിനോട്ട് ചെയ്യുക. mu r is defined as expected value of x minus e of x whole raised to r. So നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സെൻട്രൽ മൊമെന്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മുടെ എക്സ് ഫോളോ ചെയ്യുന്നത് n mu sigma square ആണ്. സോ കറസ്പോണ്ടിങ് f of x നമുക്കറിയാം 1 by sigma root 2 pi e raised to minus 1 by 2 sigma square into x minus mu whole square. എപ്പോഴും PDF എഴുതുമ്പോൾ അതിന്റെ റേഞ്ചും പാരാമീറ്റേഴ്സിന്റെ റേഞ്ചും എഴുതാൻ മറക്കരുത്, അത് എഴുതണം. ഓക്കെ, ഇതിനെങ്ങനെ എഴുതാം? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് മൈനസ് നോർമലിന്റെ ഇ ഓഫ് എക്സ് എന്താണെന്ന് നമുക്കറിയാം, മ്യൂ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സോ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ റൈസ് ടു ആർ എന്ന് എഴുതാം. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ എക്സ് എക്സ് മൈനസ് മ്യൂ ഹോൾ റൈസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു integral minus infinity to infinity x minus mu whole raised to r into f of x is 1 by sigma root 2 pi e raised to minus 1 by 2 sigma square into x minus mu whole square dx. ഈ ഇന്റഗ്രൽ ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആസ് യൂഷ്വൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ചെയ്യുന്ന പോലെ x മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് നമ്മൾ z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ x മൈനസ് മ്യൂ ഈസ് sigma z x equal to mu plus sigma z dx is equal to sigma dz. ഇതൊക്കെ നമ്മൾ കുറെ ഇന്റഗ്രലിൽ ചെയ്തതാണ്. ഓൾസോ when x tends to plus infinity z tends to plus infinity. when x tends to minus infinity z tends to minus infinity. അതൊക്കെ നമ്മൾ മുന്നേ ചെയ്തതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. this is equal to അപ്പൊ നമ്മുടെ ഇന്റഗ്രൽ എങ്ങനെ മാറും? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസഡ് അല്ലേ. സിഗ്മ ഇസഡ് ഹോൾ റേസ് ടു ആർ ഇൻറ്റു 1 ബൈ സിഗ്മ റൂട്ട് 2 പൈ ഇ റേസ് ടു മൈനസ് 1 ബൈ 2 എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്നത് ഇസഡ് ആണ്. സോ എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഈസ് സെഡ് സ്ക്വയർ ഡി എക്സ് ഈസ് സിഗ്മ ഡി ഇസഡ്. ഇത് ക്ലിയർ ആണോ? പറയട്ടെ ഞാൻ നോട്ട്. ക്ലിയർ ആണ്. Okay, ಇದು central moments of normal distribution. Central moments of normal distribution. Let x follows n mu sigma square. X follows n mu sigma square. Therefore, f of x equal to f of x is equal to 1 by sigma root 2 pi e raised to minus 1 by 2 sigma square into x minus mu whole square. Minus infinity less than x less than infinity, minus infinity less than mu less than infinity, and sigma greater than 0. ബോർഡിലുണ്ട്, അത് നോക്കി തെറ്റിക്കാതെ എഴുതുക. ശരി. By definition, mu r equal to expected value of x minus e of x whole raised to r. By definition, mu r equal to expected value of x minus e of x the whole raised to r. Since e of x equal to mu, since e of x is equal to mu, comma, mu r equal to expected value of x minus mu the whole raised to r. Equal to integral over x minus mu whole raised to r into f of x dx.
to integral minus infinity to infinity x minus mu whole raised to r into 1 by sigma root 2 pi e raised to minus 1 by 2 sigma square into x minus mu whole square dx. Put x side later, put x minus mu by sigma equal to z. Board നോക്കി എഴുതാ തെറ്റിക്കാതെ. x minus mu equal to sigma z, x equal to mu plus sigma z, dx equal to sigma dz. When x tends to plus infinity, z tends to plus infinity. When x tends to minus infinity, z tends to minus infinity. സിഗ്മ സിഗ്മ ക്യാൻസൽ ചെയ്തപ്പോൾ കൂടെ Therefore, mu r equal to integral minus infinity to infinity sigma z whole raised to r 1 by sigma root 2 pi e raised to minus 1 by 2 z square sigma dz. എഴുതിയോ? Implies mu r equal to sigma sigma നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ബാക്കി എന്ത് വരും? ഇവിടെ നിന്ന് സിഗ്മ റേസ് ടു ആറിനെ പുറത്തേക്ക് എടുക്കാം. കോൺസ്റ്റൻസിനെ ഒക്കെ പുറത്ത് നിർത്തിയിട്ട് ഇസഡിന്റെ ടേംസിനെ മാത്രം ഇന്റഗ്രലിന്റെ ഉള്ളിൽ എഴുതാം. സോ സിഗ്മ റേസ് ടു ആർ ഡിവൈഡഡ് ബൈ റൂട്ട് 2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇസഡ് റേസ് ടു ആർ ഇൻറ്റു e raised to minus z square by 2 dz. എഴുതാൻ മിസ്സിൻ്റെ ഒപ്പം എഴുതിയോ? ആ മിസ് എഴുതി. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഇന്റഗ്രലില് എഴുതണ്ട. ഈ ഇന്റഗ്രലില് ആറിന്റെ വാല്യൂ 1, 3, 5, 7 ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് 6 ഓഡ് നമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇന്റഗ്രന്റ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. നോക്കുക, 6 1 ആവുമ്പോ z ഇൻറ്റു ഇ റേസ് ടു മൈനസ് z സ്ക്വയർ ബൈ 2 എന്നാവും. 6 3 ആവുമ്പോ z ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് z സ്ക്വയർ ബൈ 2 എന്നാവും. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഓഡ് ഈവൻ ഫംഗ്ഷൻ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ z 1 ആവുന്ന അല്ലെങ്കിൽ z പവർ 1, 3, 5, 7 അങ്ങനെ ഓഡ് നമ്പേഴ്സ് ആവുന്ന സമയത്ത് ആ ഇന്റഗ്രന്റ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആവും. സോ ഇന്റഗ്രലിന്റെ വാല്യൂ തന്നെ 0 ആയി പോകും. അതിനുള്ള റീസൺ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഇസഡിന്റെ സ്ഥാനത്ത് മൈനസ് z ഇട്ട് കൊടുത്താൽ എഫ് ഓഫ് മൈനസ് z ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് z ആണെങ്കിൽ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണ് അല്ലെ? ബട്ട് എഫ് ഓഫ് മൈനസ് z എന്ന് പറയുന്നത് എഫ് ഓഫ് z തന്നെയാണെങ്കിൽ ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മള് ഇസഡിന്റെ വാല്യൂസ് 1, 3, 5, 7 അങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സ് ആവുന്ന സമയത്ത് മാത്രം എഫ് ഓഫ് മൈനസ് z എന്നുള്ളത് മൈനസ് എഫ് ഓഫ് z ആവുന്നു. അപ്പൊ അതൊരു ഓഡ് ഫംഗ്ഷൻ ആവുന്നതുകൊണ്ട് ആ കേസുകളിലെല്ലാം ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയി പോകുന്നു. അതായത് ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് എല്ലാം 0 ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്. ഓഡ് ഓർഡർ എന്ന് പറഞ്ഞാല് mu1,
mu3, mu5, mu7 അങ്ങനെ പോകുന്ന ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് എല്ലാം നോർമൽ ഡിസ്ട്രിബ്യൂഷന് 0 ആണ്. അതിനുള്ള കാരണം 6, 1, 3, 5, 7 എക്സെട്ര എന്നുള്ള വാല്യൂസ് എടുക്കുന്ന സമയത്ത് ഈ ഇന്റഗ്രന്റ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വാല്യൂ 0 ആണ്. അതുകൊണ്ട് 6, 1, 3, 5, 7 എക്സെട്ര ഓഡ് വാല്യൂസ് എടുക്കുമ്പോൾ നമ്മുടെ µr എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഓഡ് ഓർഡർ central moments are 0. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ബാക്കിയുള്ള കേസും കൂടി കൺസിഡർ ചെയ്യണം. അതായത് 6, 2, 4, 6, 8 അങ്ങനെ പോകുമ്പോ അതായത് ഈവൻ ഓർഡർ സെൻട്രൽ മൊമെന്റ്സിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് ഒക്കെ 0 ആയി പോകും. ഈവൻ ആവുന്ന സമയത്ത് നമുക്ക് ഈ µr എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ റേസ് ടു r ബൈ റൂട്ട് 2 പൈ ഈ ഇന്റഗ്രലിനെ 2 into integral 0 to infinity z raised to r into e raised to minus z square by 2 dz എന്ന് എഴുതാം അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഈവൻ ഓർഡർ സെൻട്രൽ മൊമെന്റ്സിനെ ഈ ഇന്റഗ്രലിൽ ഇവാലുവേറ്റ് ചെയ്യണം. ഇതുവരെയുള്ള കാര്യങ്ങൾ എഴുതാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, µr നമുക്ക് കിട്ടി. ഈ µr എന്ന് പറഞ്ഞാൽ ജനറലി ആറിന്റെ വാല്യൂസ് എങ്ങനെയാണ്? r is equal to 1, 2, 3 എക്സെട്ര അങ്ങനെയാണ്. അതിൽ തന്നെ 6, 1, 3, 5 അങ്ങനെയുള്ള ഓഡ് വാല്യൂസ് എടുക്കുന്ന സമയത്ത് ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയി പോകുന്നത് കൊണ്ട് µr 0 ആവുന്നുണ്ട്. ഈവൻ ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് നമുക്കിനി കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. അപ്പൊ എഴുതൂ. ഈ ഇന്റഗ്രൽ വരെ എഴുതിയല്ലോ? ഇതുവരെ എഴുതിയില്ലേ നിങ്ങള്? ഇതുവരെയല്ലേ എഴുതിയത്? Clearly when r equal to 1, 3, 5 etc. Clearly when r is equal to 1, 3, 5 etc. 1, 3, 5 etc. comma z raised to r is odd. Z raised to r is odd. Z raised to r is odd. Sorry, അങ്ങനെ എഴുതണ്ട. ഞാൻ ഒന്നുകൂടി പറയാം. Clearly when r equal to 1, 3, 5 etc. z raised to r into e raised to minus z square by 2 അങ്ങനെ എഴുതൂ. z raised to r into e raised to minus z square by 2 is odd. z raised to r into e raised to minus z square by 2 is odd. So that µr equal to 0. or r equal to 1, 3, 5 etc. ഞാൻ ഒന്നുകൂടി പറയാം. Clearly when r equal to 1, 3, 5 etc. z raised to r into e raised to minus z square by 2 is odd. So that µr equal to 0 or r equal to 1, 3, 5 etc. When r equal to 2, 4, 6 etc. When r is equal to 2, 4, 6 etc. z raised to r into e raised to minus z square by 2. Z raised to r into e raised to minus z square by 2 is even. So that താഴെ എഴുതുക µr equal to ഈ ലാസ്റ്റത്തെ µr എഴുതുക. ഈ µr so that µr equal to sigma raised to r divided by root 2 pi. Sigma raised to r divided by root 2 pi into
2 into integral 0 to infinity z raised to r into e raised to minus z square by 2. ലാസ്റ്റ് എഴുതിയിരിക്കുന്ന mu r മാത്രം എഴുതുക. mu r equal to sigma r raised to r by root 2 pi 2 into integral 0 to infinity z raised to r e raised to minus z square by 2 dz. Okay, അപ്പൊ താഴെ ഇത് thus for a normal distribution all odd ordered central moments are 0. Thus for a normal distribution all odd ordered central moments are 0. That is mu1 equal to mu3 equal to mu5 equal to etc equal to mu2r plus 1 equal to 0. mu1, mu3, mu5 etc mu2r plus 1 equal to 0. Even ordered central moments are given by mu2r. Even ordered നമ്മൾ mu2r എന്ന് ഡിനോട്ട് ചെയ്യുക. mu2r equal to നമ്മൾ നേരത്തെ എഴുതിയ ഇന്റഗ്രൽ തന്നെ sigma raised to 2r by root 2 pi 2 into integral 0 to infinity z raised to 2r into e raised to minus z square by 2 dz. sigma raised to 2r ഉണ്ടോ? അത് നമ്മള് അവിടെ എഴുതിയത് mu r ആയിരുന്നു, അതുകൊണ്ടാണ് sigma raised to r വന്നത്. നമ്മൾ തൊട്ട് ബാക്കിൽ എഴുതി നിർത്തിയ ഇന്റഗ്രലേ mu r ആയിരുന്നു, മനസ്സിലായോ? അതുകൊണ്ടാണ് sigma raised to r ഉം z raised to r ഉം വന്നത്. ഇവിടെ നമ്മൾ എഴുതുന്നത് mu2r ആണ്. ഈവൻ ഓർഡേർഡ് മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് അതിന് mu2r എന്ന് കൊടുത്തത്. മനസ്സിലായോ? r1 ആകുമ്പോ mu2, r2 ആകുമ്പോ mu4. നമുക്ക് അതല്ലേ ഇനി വേണ്ടു, ബാക്കിയുള്ളത് 0 അല്ലേ? മനസ്സിലായി. mu2r equal to sigma raised to 2r by root 2 pi 2 into integral 0 to infinity z raised to 2r into e raised to minus z square by 2. ഇത് നമുക്ക് ഇന്റഗ്രലി ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ഇവിടെ ശ്രദ്ധിക്കുക, ഇനിയിപ്പോ എഴുതണ്ട, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. നമ്മള് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. put z raised to z square equal to some u, z square equal to u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2z dz equal to du അല്ലേ? dz equal to du by 2z. z എന്ന് പറഞ്ഞാൽ എന്താ വരിക, z square equal to u ആണെങ്കിൽ z equal to root u. അപ്പൊ dz എന്ന് പറയുന്നത് du by 2 root u ആയി അല്ലേ? when z tends to 0 u tends to 0, z tends to plus infinity u tends to plus infinity. ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇന്നലെ ചെയ്തതാണ്. z സ്ക്വയറിന് u എന്ന് കൊടുത്തു, സോ z എന്ന് പറയുന്നത് റൂട്ട് u ആവും. z സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2z dz equal to du. നമുക്ക് വേണ്ടത് dz ആണ്, സോ dz equal to du by 2z. z ന്റെ സ്ഥാനത്ത് അഗൈൻ റൂട്ട് u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മുടെ ഇന്റഗ്രലിലേക്ക് വരുമ്പോൾ ഇത് എന്താവും, sigma raised to 2r by root 2 pi 2 into ഇന്റഗ്രലിന്റെ ലിമിറ്റിന് വ്യത്യാസമൊന്നുമില്ല, 0 to infinity തന്നെ. z സ്ക്വയറിനാണ് നമ്മൾ u കൊടുത്തത്. അപ്പൊ z raised to 2r നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? z raised to 2r നമുക്ക് z സ്ക്വയർ ഹോൾ raised to r എന്ന് എഴുതാം അല്ലേ? z raised to 2r is z സ്ക്വയർ ഹോൾ raised to r. z സ്ക്വയർ എന്ന് പറഞ്ഞാൽ u, സോ u raised to r എന്ന് എഴുതാം അതിന്. പിന്നെ e raised to minus u by 2 dz എന്ന് പറഞ്ഞാൽ du by
2 root u. 2 root u. Okay. മിസ് നമ്മൾ e2 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നു? സിഗ്മ റേസ് ടു 2r ബൈ റൂട്ട് 2 പൈ ഇന്റഗ്രൽ 0 to infinity u റേസ് ടു r. ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ റൂട്ട് u ആണ്. അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ u റേസ് ടു -1/2 e റേസ് ടു -u/2 അങ്ങനെ തന്നെ എഴുതി du. e റേസ് ടു -u/2 du ഈക്വൽ ടു സിഗ്മ റേസ് ടു 2r ബൈ റൂട്ട് 2 പൈ ഇന്റഗ്രൽ 0 to infinity u raised to r minus 1/2 e raised to -u/2 du. ഇതുവരെ എഴുതിയിട്ട് ബാക്കി ചെയ്യാം. വെറുതെ സാധാരണ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ മാത്സ് വരല്ലേ, നമുക്ക് ഇന്റഗ്രേഷൻ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ എഴുതൂ. put z² equal to u. Therefore z equal to root u. ബോർഡിലുണ്ട്, അത് നോക്കി അതേപോലെ തന്നെ എഴുതിയാൽ മതി. സൈഡിൽ കൊടുത്താൽ മതി സബ്സ്റ്റിറ്റ്യൂഷൻ. 2z dz equal to du. dz equal to du by 2z. That is dz equal to du by 2 root u. When z tends to 0, u tends to 0. Z tends to infinity, u tends to infinity. പിന്നെ നമ്മുടെ ഇന്റഗ്രലിലേക്ക് തിരിച്ചു വരിക. Therefore mu2r equal to ഈ സ്റ്റെപ്പ് മുതൽ താഴത്തേക്ക് എഴുതുക. ഫുള്ള് എഴുതുക കേട്ടോ, ബോർഡിൽ ഉണ്ട് നോക്കി എഴുതുക. ഇനി നമ്മള് ഇന്റഗ്രലിനോട് ശ്രദ്ധിക്കുക, എഴുതണ്ട, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. mu2r equal to sigma raised to 2r by root 2 pi integral 0 to infinity u raised to r minus 1/2 നെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത്, അതായത് ഒന്ന് മാറ്റിയായിരുന്നു. u raised to r plus 1/2 minus 1. u raised to r plus 1/2 minus 1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? r minus 1/2 എന്ന് തന്നെയാണ് അല്ലേ? r plus 1/2 minus 1 is r minus 1/2. e raised to minus u/2 du. r plus r minus 1/2 നെ നമ്മളൊന്ന് മാറ്റി എഴുതി. r plus 1/2 minus 1. This is equal to sigma raised to 2r by root 2 pi. ഇത് എന്ത് ഇന്റഗ്രൽ ആണ്? ഗാമ ഇന്റഗ്രൽ. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ ഓഫ് ഗാമ r plus 1/2 by 1 raised to r plus 1/2. അതെങ്ങനെയാ? Since integral 0 to infinity x raised to m minus 1 into e raised to minus ax dx is gamma m by a raised to m. ഇവിടെ m ന്റെ സ്ഥാനത്ത് r 1/2 വന്നു, a യുടെ സ്ഥാനത്ത് അമ്മ സമാധാനായി ലാസ്റ്റ് ടൈമിൽ. കുഴപ്പമില്ല കേട്ടാ. കിട്ടും. r 2 ആവുമ്പോ mu4 കിട്ടും. r 3 ആവുമ്പോ mu6. അങ്ങനെ നമുക്ക് ഈവൻ ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് എല്ലാം കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇങ്ങോട്ട് പറയണോ ഞാന്? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എഴുതും. mu2r equal to sigma raised to 2r by root 2 pi integral 0 to infinity u raised to r plus 1/2 minus 1 into e raised to minus u/2 du. നിങ്ങൾ തന്നെ എഴുതുക. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് എഴുതുക. ഈ സ്റ്റെപ്പ് എഴുതി കഴിയുമ്പോൾ ബ്രാക്കറ്റിലെ സിൻസ് എന്ന് പറഞ്ഞിട്ട് ഈ റീസൺ കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മനസ്സിലാവാനാണ്.
അപ്പൊ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ ഉത്തരം എഴുതി കഴിഞ്ഞാൽ ബ്രാക്കറ്റില് സിൻസ് ഇന്റഗ്രൽ 0 to infinity എന്ന് പറഞ്ഞിട്ട് ഇന്റഗ്രലും എമ്മിന്റെ എന്റെയും വാല്യൂ കാണിക്കുക. എന്നിട്ട് ഇതുവരെ എഴുതുക. u2r equal to ഈ ഫൈനൽ ആൻസർ വരെ എഴുതുക ബോർഡ് നോക്കിയിട്ട്.